ഹായ്, ഞാൻ ബിനീഷ് അരവിന്ദൻ, നിങ്ങളുടെ യാത്രകളിലെ വെർച്വൽ വഴികാട്ടി. സ്വയം ഉപ്പിൽ പൊതിയാൻ തയ്യാറെടുത്തോളൂ. നമ്മൾ തായ്ലൻഡിലേക്ക് പോവുകയാണ്. 7 ദിവസം കാലിൽ പഞ്ചാര മണൽത്തരികളും കണ്ണിൽ സുവർണ സൂര്യാസ്തമയങ്ങളും മനസ്സിൽ ശാന്തതയുടെ കടൽക്കാറ്റുമേറ്റ് ജീവിതത്തിൻ്റെ എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ചുള്ള യാത്ര. കടൽ തന്നെ നമ്മുടെ കലണ്ടറാകും. ഉദയത്തിനും അസ്തമയത്തിനുമിടയ്ക്ക് സമയം നോക്കാൻ നിങ്ങൾ മറന്നുപോകും. ഓരോ സന്ധ്യാനേരവും നമുക്കായി പെയിന്റ് ചെയ്ത ഒരു ചിത്രമെന്ന പോലെ തോന്നും. ക്രാബിയുടെ പച്ചമണമുള്ള കുന്നുകളിൽ നിന്ന് ഫുക്കറ്റിൻ്റെ ഒളിഞ്ഞുകിടക്കുന്ന ഉൾക്കടൽ വരെ 7 ദിവസത്തേക്ക് തായ്ലൻഡ് സോളോ ട്രിപ്പിന് ഒരു വഴികാട്ടിയായ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രാബിയിലാണ് നിങ്ങളിപ്പോഴുള്ളത്. ബാങ്കോക്കിലെത്തിയാൽ ക്രാബിയിലേക്ക് വിമാനത്തിലും ബസ്സിലും ട്രെയിനിലും ഫെറിയിലും എത്താം. ക്രാബിയുടെ ഉച്ചനേരം നിങ്ങളെ ചെറുമയക്കം നിറഞ്ഞ കണ്ണുകളോടെ വരവേൽക്കും. ഉപ്പു നിറഞ്ഞ കാറ്റും കടലിൽ നിന്നും ഉയരുന്ന കാവൽക്കാരെ പോലെ തോന്നുന്ന ലൈംസ്റ്റോൺ കുന്നുകളും അവതാറിലെ കിഴ്ക്കാംതുക്കായ പച്ചമലകൾക്കിടയിലൂടെ ടർക്കോയിസ് നിറമുള്ള വെള്ളം വേലിയേറ്റത്തിൽ പതിയെ കരയിലേക്ക് തുള്ളിക്കുതിച്ചെത്തുന്നു. തെരുവിലാകെ പുഴുങ്ങി വറുത്തെടുക്കുന്ന തായ് ചിക്കൻ കറിയുടെ മണം നിറയും. ആവോനാങ്ങിലോ റെയിലെ വെസ്റ്റ് ബീച്ച് പരിസരത്തോ ഉള്ള ഹോട്ടലിലോ ഹോം സ്റ്റേയിലോ റിസോർട്ടിലോ ആണ് താമസിക്കേണ്ടത്. എല്ലാ ബാൽക്കണികളും കടലിലേക്ക് തുറക്കുന്ന മുറികളാണിവിടെ. കടൽ മുറിയിലേക്കും കയറി വരും. അന്ന് വൈകിട്ട് ആവോനാങ് ബീച്ചിൽ സായാഹ്ന സവാരി പോകാം. സന്ധ്യയുടെ ആകാശം സ്വർണവും ഓറഞ്ചും നിറങ്ങളാൽ തിളങ്ങും. ഇന്ന് ഓടിപ്പാച്ചിലിൻ്റെ ദിവസമല്ല, വിശ്രമത്തിൻ്റെതാണ്. കടലിനെ ആവോളം ഉൾക്കൊള്ളുക. ഇനി ഒരാഴ്ച ഇതാണ് നിങ്ങളുടെ വീട്. ആവോനാങ്ങിലെ കടൽത്തീര റെസ്റ്റോറൻറ്റിൽ നിന്ന് ശാന്തമായ ഒരു ഡിന്നർ കഴിക്കുക. തായ് കറി, മാംഗോ സ്റ്റിക്കി റൈസ്, മൃദുവായ മെഴുകുതിരി വെളിച്ചം. അന്ന് ബീച്ചിലെ നൈറ്റ് ലൈഫിൽ സ്വയം നഷ്ടപ്പെടാം, അല്ലെങ്കിൽ വിശ്രമത്തിനായി മുറിയിലേക്ക് മടങ്ങാം.
രണ്ടാം ദിവസം റെയിലേ ബീച്ചും ഫ്രാനാങ് കേവുകളും കാണാനാണ് നിങ്ങളുടെ യാത്ര. പച്ച നിറമുള്ള വെള്ളം കീറിമുറിച്ച് പായുന്ന ഒരു ലോങ് ടെയിൽ ബോട്ടിൽ 15 മിനിറ്റ് യാത്ര ചെയ്താൽ റെയിലേ ബീച്ചിലെത്താം. യാത്ര തന്നെ അനുഭവമാണ്. കരയിൽ നിന്ന് ഇന്നലെ സാന്ധ്യപ്രകാശത്തിൽ കണ്ട കുന്നുകൾ കയ്യെത്തും ദൂരത്ത് ഓടിമറയുന്നു. ബോട്ട് വേഗത്തിൽ പോകുമ്പോൾ മരപ്പടകിൽ തിരമാലകൾ അടിച്ചു കയറി ജലകേളി നടത്തും. വെള്ളത്തിന് മുകളിൽ നൃത്തം ചെയ്യുന്ന സൂര്യപ്രകാശം. ഈ പ്രഭാതവും യാത്രയും നിങ്ങൾ ജീവിതത്തിൽ മറക്കില്ല. റെയിലേ ബീച്ച് വെസ്റ്റ് തായ്ലൻഡിലെ തന്നെ ഏറ്റവും ഫോട്ടോജനിക്കായ ബീച്ചുകളിൽ ഒന്നാണ്. വെളുത്ത മണൽ, തെളിഞ്ഞ വെള്ളം, ദിവസം മുഴുവൻ മുങ്ങിക്കിടക്കാവുന്ന ചെറു ചൂടുള്ള ധാതുപുഷ്ടിയുള്ള വെള്ളം. ഇനി വെറുതെ വെള്ളത്തിൽ കിടക്കാൻ ആഗ്രഹിക്കാത്തവർക്ക് ബീച്ചിൽ നിരവധി ആക്ടിവിറ്റികളുണ്ട്. സാഹസികർക്കുള്ള ഓപ്ഷനുകൾ. ഉച്ചതിരിഞ്ഞാൽ റെയിലേ ബീച്ചിൽ നിന്ന് കയറി ഫ്രാനാങ് കേവ് ബീച്ചുകളിലേക്ക് പോകാം. ഇടുങ്ങിയ പാറക്കെട്ടുകളിലേക്ക് കയറി കിടക്കുന്ന പച്ചക്കടൽ, തിരമാലകളേയില്ല. ഇവിടെ ലൈംസ്റ്റോൺ തുരങ്കങ്ങൾക്കുള്ളിലൂടെ നടക്കാം. ചുണ്ണാമ്പിൽ തട്ടി പതഞ്ഞ കടൽ ജലം കാൽവിരലുകളെ ഇക്കിളിക്കൂട്ടും. ഫ്രാനാങ് ബീച്ചിലെ വഴിയോര വിൽപ്പനക്കാരിൽ നിന്നാണ് ലഞ്ച് കഴിക്കേണ്ടത്. പൊരിച്ച ചെമ്മീനും ചോറും ഗ്രിൽ ചെയ്ത ചോളവും. ഡെസേർട്ടിന് പഴങ്ങളും കോക്കനട്ട് ഐസ്ക്രീമും. സൂര്യാസ്തമയത്തോടെ ആവനാങ് ബീച്ചിലേക്ക് നടന്നുപോയി ഒരു തായ് മസാജ് ചെയ്യാം. ഇന്നത്തെ ദിവസത്തിന് സ്വാസ്ഥ്യം നിറഞ്ഞൊരു സമാപനം. മൂന്നാം ദിനം ബീച്ചുകളിൽ നിന്ന് ബീച്ചുകളിലേക്ക് ഒരു ബോട്ടിൽ നടത്തുന്ന ഐലൻഡ് ഹോപ്പിംഗ് ആണ് പ്രധാന ആക്ടിവിറ്റി. ഇതിന് ചെലവ് വളരെ കുറവാണ്. ഇന്നലെ പോയ ഫ്രാനാങ് കേവ് ബീച്ചിന്റെ പുറം പ്രദേശങ്ങൾ ചിക്കൻ ഐലൻഡ്, ടുപ്പ് ഐലൻഡ്, പോഡ ഐലൻഡ് എന്നീ 4 ദ്വീപുകളാണ് ബോട്ടിൽ ചുറ്റിവരുന്നത്. ചിക്കൻ ഐലൻഡിലുള്ള പാറ ഒരു കോഴിയുടെ തല പോലെയാണ്. ഇവിടെ പഞ്ചാരമണൽ ബീച്ച് അതിവിശേഷം. ടുപ്പ് ഐലൻഡ് 2 മണൽത്തിട്ടകൾ കൂടിച്ചേരുന്ന ദ്വീപാണ്. കടലിന്റെ നടുവിൽ വെളുത്ത മണലിലൂടെ നടന്നു പോകാൻ പറ്റുന്ന വിസ്മയകരമായ സ്ഥലം. പോഡ ഐലൻഡ് ഒരു വെർജിൻ ഐലൻഡാണെന്ന് പറയാം. ആൾക്കൂട്ടമില്ലാത്ത ഇടം, തെങ്ങുകളുടെ ധാരാളിത്തം. അത് ബീച്ചിന് നൽകുന്ന പ്രശാന്തി മറക്കാനാവില്ല. തായ്ലൻഡിൽ ഏറ്റവും മികച്ച സ്നോർക്കലിംഗ് അനുഭവം ഇവിടെ ലഭിക്കും. സങ്കല്പിക്കാനാവാത്ത നിറങ്ങളിലുള്ള മത്സ്യങ്ങൾ, പവിഴ പൂന്തോപ്പുകൾ, വെള്ളം കണ്ണീര് പോലെ നിർമ്മലം. സന്ധ്യാനേരത്ത് ഇതേ ബോട്ടിൽ അസ്തമയം കണ്ട് ക്രാബിയിലേക്ക് മടങ്ങുക. ഇന്നും ബീച്ചിലാണ് ഡിന്നർ. രാത്രിയിൽ ക്രാബിലെ നൈറ്റ് ലൈഫിലേക്ക് വീണ്ടും ഓളിയിടാം.
4-ാം ദിവസം ക്രാബിയിൽ നിന്ന് നിങ്ങൾ ഫുക്കറ്റിലേക്ക് പോവുകയാണ്. തായ്ലൻഡിലെ ഏറ്റവും വലിയ ദ്വീപ്. എന്നാൽ ആൾക്കൂട്ടത്തിൽ നിന്ന് അകലെയുള്ള ശാന്തമായ ബീച്ചുകൾ ഇവിടെ ധാരാളമുണ്ട്. ബസ്സിൽ പോയാൽ ക്രാബിയിൽ നിന്ന് ഫുക്കറ്റിലെത്താൻ 4 മണിക്കൂറും ബോട്ടിലാണെങ്കിൽ 2 മണിക്കൂറും വേണ്ടിവരും. പ്രഭാതത്തിൽ പുറപ്പെടണം. ഫുക്കറ്റിൽ കാറ്റ അല്ലെങ്കിൽ കാരോൺ ബീച്ചിന്റെ സമീപം താമസത്തിന് തിരഞ്ഞെടുക്കുക. പകൽ സമയം കാറ്റ ബീച്ചിൽ ചുറ്റി നടക്കാം. ബീച്ചിലെ ബെഞ്ചിൽ കിടന്ന് ഒരു തായ് മസാജ് ആസ്വദിക്കാം. പൊരിച്ച കക്കയും ചെമ്മീനും കൂട്ടി ലഞ്ച് ആഘോഷമാക്കാം. ബീച്ചിൽ കുളിക്കാം. ഫുക്കറ്റിലെ അസ്തമയങ്ങൾ അതിമനോഹരമാണ്. പൊന്നിൻ്റെ നിറമുള്ള വെളിച്ചത്തിൽ കുളിച്ചു കിടക്കുന്ന കടലിൽ സർഫർമാർ ഒഴുകി നീങ്ങുന്നു. അത് ഫുക്കറ്റിൻ്റെ മൃദുവായ മനസ്സാണ്. സംശയമുണ്ടെങ്കിൽ അന്ന് രാത്രിയിലെ അവിടുത്തെ നൈറ്റ് ലൈഫിൽ മുങ്ങിത്താണ് നോക്കൂ. ആതിഥേയത്വം കൊണ്ട് നിങ്ങൾ വീർപ്പ് മുട്ടും. രാത്രി കടലിലെ വെളിച്ചത്തിലേക്ക് നോക്കി ഒരു റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റിൽ ഡിന്നർ. ആ ദിവസത്തിന് സമാപനം. അഞ്ചാം ദിനം തായ്ലൻഡിൻ്റെ ക്രൗൺ ജുവലായ ഫിഫി ഐലൻഡുകൾ അനുഭവിക്കാൻ പോകാം. ഫിഫി ഐലൻഡിലേക്കുള്ള ഒരു ഫുൾ ഡേ ക്രൂയിസ് ലാഭനിരക്കിൽ കിട്ടും. ആദ്യത്തെ സ്റ്റോപ്പ് സാക്ഷാൽ മായാബേയാണ്, അവതാർ ദ്വീപ്. ദ ബീച്ച് എന്ന ലിയനാർഡോ ഡികാപ്രിയോ ചിത്രം കണ്ടവർക്ക് മായാബേ വിശദീകരിക്കേണ്ടതില്ല. ചെങ്കുത്തായ മലകൾ ആകാശത്തിൽ നിന്ന് താഴേക്ക് തൂങ്ങിക്കിടക്കും പോലെ തോന്നും. ഒരു സ്വപ്നം കാണും പോലെ തെളിഞ്ഞ വെള്ളം. കടലുകൾക്ക് ഇത്ര മനോഹരിയാവാൻ കഴിയുമോ എന്ന് നിങ്ങൾ അത്ഭുതപ്പെടും. പൊടിച്ച പഞ്ചസാര പോലെ മണൽ. ലോകത്തിലെ ഏറ്റവും റൊമാൻറ്റിക് ബീച്ചുകളിൽ ഒന്നാണ് മായാബേ. അടുത്ത സ്റ്റോപ്പ് പിലെ ലഗൂണാണ്. കുന്നുകളാൽ ചുറ്റപ്പെട്ട വലിയ ടർക്കോയ്സ് പൂൾ. ഇറങ്ങിച്ചാടിയാൽ ചെറു ചൂടുള്ള മിനറൽ സീ വാട്ടർ. ബോട്ട് അടുത്തതായി നിർത്തുക വൈക്കിംഗ് കേവ് ആൻഡ് സ്നോർക്കലിംഗ് പോയിന്റിലാണ്. ഇവിടെ അണ്ടർ വാട്ടർ ആക്ടിവിറ്റികൾ ധാരാളമുണ്ട്. കടലിൽ ചെറിയ വഞ്ചികളിൽ തണുപ്പിച്ച ബിയർ ഒഴുകി നടക്കും. നാനാജാതി നിറങ്ങളുള്ള മത്സ്യങ്ങൾ, കോറൽ ശില്പങ്ങൾ. ക്രൂയിസിലെ അവസാന സ്റ്റോപ്പാണ് ഫിഫി ഡോൺ. ഈ ദ്വീപിൽ ഒരു ടൂറിസ്റ്റ് ഗ്രാമമുണ്ട്. ലോകത്തിലേക്ക് മികച്ച സീ ഫുഡ് ലഞ്ചാണ് ഇവിടെ കാത്തിരിക്കുന്നത്. ബീച്ചിൽ തെങ്ങിൻ പടർപ്പുകൾക്ക് താഴെ ഉച്ചമയക്കം. വൈകുന്നേരം ഫുക്കറ്റിലേക്ക് മടക്കം. ഇന്ന് വീണ്ടും ആ നഗരരാത്രിയിൽ അലിയാം.
6-ാം ദിവസം ഫുക്കറ്റ് ഒളിച്ചു വെച്ചിരിക്കുന്ന കന്യാദ്വീപുകൾ കാണാനുള്ള യാത്രയാണ്. ഒരു ബോട്ടിൽ ഫ്രീഡം ബീച്ചിലെത്തുക. പട്ടുപോലുള്ള വെള്ളം അനുഭവിച്ചിട്ടുണ്ടോ? അത് ഫ്രീഡം ബീച്ചിലുണ്ട്. മൃദുവായ മണൽ, കടലിൻ്റെ ശബ്ദം മാത്രം. ഹൈക്ക് ചെയ്തോ ബോട്ട് മാർഗമോ മാത്രമേ ഈ ബീച്ചിലേക്ക് എത്താനാകൂ. മറ്റൊരു ഓപ്ഷനാണ് യാനുയി ബീച്ച്. ആൾപ്പാർപ്പില്ലാത്ത, ഏകാന്തത ഇഷ്ടപ്പെടുന്ന ടൂറിസ്റ്റുകൾക്കായുള്ള തായ്ലൻഡിലെ പെർഫെക്റ്റ് ഓപ്ഷൻ. സ്നോർക്കലിങ്ങിനും ഡ്രോൺ ഷോട്ടുകൾക്കും പറ്റിയ സ്ഥലം. ഈ യാത്രയെ നായ്ഹാം ബീച്ചും നിങ്ങളെ കൊതിപ്പിക്കും. ഫുക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധക്ഷേത്രമായ വാറ്റ് ചാലോങ് ടെമ്പിളാണ് ഇവിടെ ആകർഷണം. ആത്മീയതയും കടൽക്കാറ്റും സംഗമിക്കുന്ന സ്ഥലം. സന്ധ്യയ്ക്ക് പ്രോംതിപ് കേപ്പ് എന്ന സൺസെറ്റ് പോയിന്റിൽ യാത്രികർ സംഗമിക്കും. തായ്ലൻഡിലെ ഏറ്റവും നാടകീയമായ അസ്തമയ കാഴ്ച ഇവിടെയാണ്. കാറ്റും കുന്നുകളും പൊൻനിറമുള്ള ആകാശവും അവസാനമില്ലാത്ത കടലും. ഇരുൾ പരക്കുന്നതോടെ ഫുക്കറ്റിലേക്ക് മടക്കം. അവസാന ദിനം വിടപറച്ചിലിനുള്ള നേരമാണ്. ശാന്തമായ പ്രഭാതത്തിൽ നേരത്തെ എഴുന്നേറ്റ് ഒരിക്കൽ കൂടി കടൽ തീരത്ത് നടക്കുക. ഒരാഴ്ചയിൽ സംഭവിച്ചതെല്ലാം മനസ്സിലേക്ക് ആവാഹിക്കുക. ക്രാബിയുടെ കുന്നുകൾ, ഫിഫിയുടെ മായാജാലം, ഫുക്കറ്റിലെ സന്ധ്യകൾ, ചൂടുള്ള കാറ്റ്, കൊതിപ്പിക്കുന്ന കടൽ വെള്ളം, എത്ര കഴിച്ചാലും മതി വരാത്ത സീ ഫുഡ്, ജീവന്റെ അനുഭവം. ഈ യാത്ര ഇവിടെ തീരുകയാണ്. ടർക്കോയിസ് സമുദ്രങ്ങളും ശാന്തമായ ഉൾക്കടലുകളും ദ്വീപുകളിൽ നിന്ന് ദ്വീപുകളിലേക്കുള്ള യാത്രകളും ഹൃദയമുരുകുന്ന സന്ധ്യകളും സമ്മാനിച്ച എന്നേക്കുമുള്ള ഓർമ്മകളും പേറിയുള്ള മടക്കയാത്ര. ഒരു യാത്രയും ദിവസങ്ങൾ തീരുന്നതോടെ മാത്രം അവസാനിക്കില്ല. ഓർമ്മകളായി മാറുമ്പോഴാണ് അവയ്ക്ക് സൗന്ദര്യം കൂടുക. കൗതുകത്തോടെ ജീവിക്കുക, ദയയോടെ ജീവിക്കുക, ലോകം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട യാത്രികരെ, നന്ദി. ഐ എം ബിനീഷ് അരവിന്ദൻ, സൈനിങ് ഓഫ് ഫ്രം തായ്ലൻഡ്.